നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റീഡിങ്, ഇന്നത്തെ ക്വസ്റ്റ്യൻ റിലേഷൻഷിപ്പ് ക്വസ്റ്റ്യൻ ഒരു വ്യൂവർ സജസ്റ്റ് ചെയ്തതാണ്. ജസ്റ്റ് ടോപ്പിക്കായിട്ട് അവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, ഹൗ ഡു ദേ സീ യു എന്ന രീതിയിൽ. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണ് സ്ഥാനം, അല്ലെങ്കിൽ നിങ്ങളെ അവരെങ്ങനെയാണ് അവരുടെ ലൈഫിൽ കാണുന്നത് എന്ന രീതിക്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്ന് തന്നെയാണ്, പക്ഷെ അതിന് ജസ്റ്റ് ഒരു ട്വിസ്റ്റിൽ പറയാൻ ശ്രമിക്കാം. ഓക്കെ, ഹൗ ഡു ദേ സീ യു എന്ന്. ഓക്കെ, എന്ന് വെച്ചാൽ അവർ നിങ്ങളെ എങ്ങനെയാണ് അവർ കാണുന്നത് അവരുടെ ലൈഫിൽ. ഓക്കെ, നോക്കാം നമുക്ക്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്. Three of Pentacles, Ace of Wands, Nine of Wands, Two of Cups, Emperor, Two of Pentacles, Princess of Pentacles, Fool card, Judgment, Two of Wands, 2 വന്നിട്ടുണ്ട്. നമ്പർ 2 റിപ്പീറ്റിംഗ് നിങ്ങൾ കാണുന്നുണ്ടാവാൻ ചിലപ്പോൾ. ഓക്കെ, 2 എന്ന് പറയുന്നത് ഒരു ബാലൻസിൻ്റെ നമ്പറാണ് നമ്മൾ പറയാം. ഓക്കെ, ക്വീൻ ഓഫ് കപ്സ് ആൻഡ് ദ ചാരിയറ്റ് ഉണ്ട്. ഓക്കെ, സോ ഞാനിത് പറയുന്ന രീതി അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്നതിനെക്കാട്ടിലും നിങ്ങളെ അവരെങ്ങനെ കാണുന്നു എന്ന് ചോദിക്കുമ്പോൾ, അതായത് നിങ്ങൾക്ക് അവരോടുള്ള ഫീലിങ്സ് അവർക്ക് എന്താ തോന്നുന്നത്, ആ രീതി കൂടി ഞാൻ പറയാൻ ശ്രമിക്കാം. രണ്ടും പറയാം. ഓക്കെ, അവർക്ക് തോന്നുന്നത്, അവർ നിങ്ങളെ കാണുന്നത് വളരെ ഒരു കെയറിങ് പേഴ്സൺ ആയിട്ടാണ് അവർ കാണുന്നത്. ഓക്കെ, അവർക്കറിയാം നിങ്ങൾ അവരെ കെയർ ചെയ്യുന്ന പോലെ ശരിക്കും വേറെ ആരും അവർക്ക് അങ്ങനെ അവരെ സ്നേഹിക്കില്ല എന്നുള്ളത് അവർക്ക് വളരെ ഉറപ്പാണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു അമ്മ സ്ഥാനമാണ് സാധാരണ നമ്മൾ പറയാം, ഒരു മദർ റെപ്രസെൻറ്റേഷൻ ആണ്. ഒരു അമ്മ മക്കളെ സ്നേഹിക്കുന്ന പോലെ. ഓക്കെ, ആ രീതിക്ക്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു കെയർ നിങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് അവർക്കറിയാം. അവർക്ക് വേണ്ടി നിങ്ങൾ എന്തും ചെയ്യും എന്ന് അവർക്കറിയാം. ഓക്കെ, അത്രയും സ്നേഹം, കെയർ എല്ലാം നിങ്ങൾ, അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ പോലും നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുത്ത് അവരെ സ്നേഹിച്ച് മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ക്വാളിറ്റീസ് അവരെന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന രീതിക്ക് കൂടി എൻ്റെ മനസ്സിൽ ചിന്ത തോന്നി. സോ ഞാൻ അതുകൂടി പറയാം. ഇതൊരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാം. എന്നിട്ട് നിങ്ങളെ അത്രയും ആ ഒരു സ്നേഹം, കെയർ ഒക്കെ നിങ്ങൾ കൊടുക്കുന്നത് അവർ കാണുന്നുണ്ട്. ആ ക്വാളിറ്റീസ് അവർ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് 3 of Pentacles എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ്, നിങ്ങൾ വളരെ ആർട്ടിസ്റ്റിക് പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കഴിവുള്ള പേഴ്സൺ ആയിരിക്കാം. എഴുതലോ വരയ്ക്കലോ ആർട്ടിസ്റ്റിക് ആയിട്ട് ടാലൻസ് എന്തെങ്കിലും ഉണ്ടാവാം. ബിസിനസ് വല്ലതും സ്വന്തമായിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ട് എന്ന രീതിയിൽ പറയാം. ഓക്കെ, ആൻഡ് മേ ബി എഴുതാനുള്ള കഴിവ് ഞാൻ പറഞ്ഞു. ആക്ച്വലി എഴുതാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവാം, അങ്ങനെ പറയാം. സോ ആൻഡ് അഗെയിൻ ഇവിടെ നിങ്ങളോട് അവർക്ക് അത്രയും ആക്ച്വലി സ്നേഹം അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 of Cups ആണ്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത് മാത്രമല്ല, അവർക്കും നിങ്ങളോട് തിരിച്ച് ആ ഒരു 2 of Cups ഫീലിംഗ് എന്ന് വെച്ചാൽ സോൾമേറ്റിൻ്റെ ഫീലിംഗ് ആണ് അവർക്ക് വരുന്നത്. അവർക്ക് നിങ്ങളെ കാണുമ്പോൾ, നിങ്ങളെ നോക്കുമ്പോൾ അവർക്ക് തോന്നുന്നത് ആ ഒരു ശരിക്കും ഒരു പാസ്റ്റിലേക്ക് എവിടെയെങ്കിലും കണക്ഷൻ ഉണ്ടോ നമ്മൾ തമ്മിൽ എന്ന രീതിക്ക് അവർ ചിന്തിച്ചു പോകാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണോ എനിക്ക് ഇവരുടെ അടുത്ത് നിന്ന് അകലാൻ പറ്റാത്തത്, അതുകൊണ്ടാണോ എനിക്ക് ഇത്രയും ഇവരോട് ആ ഒരു അടുപ്പം തോന്നുന്നത് എന്ന രീതിക്ക് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അവർ ലേശം അകൽച്ച വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. 9 of Wands ഉണ്ട് ഇവിടെ. എംപറർ ഉണ്ട്. സോ എംപറർ എന്ന് പറയുമ്പോഴും നമ്മൾ ലേശം ഒരു ഈഗോ ഉള്ള വ്യക്തി എന്ന് പറയാം. നിങ്ങളുടെ പേഴ്സണൽ ലേശം ഈഗോ ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ നിങ്ങളുടെ മുമ്പിൽ വളരെ ഓണസ്റ്റ്, ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ മനസ്സ് തുറന്ന് എല്ലാം എക്സ്പ്രസ് ചെയ്യാറുണ്ടാവില്ലേ. കുറച്ചൊന്ന് ഒരു എംപറർ എന്ന് പറയുമ്പോൾ നമ്മളൊരു രാജാവ് എന്ന നിലയിലൊക്കെ എടുക്കുമ്പോൾ, രാജാവല്ല അതിൻ്റെയും മേലെ എന്നെടുത്തോളൂ. ഓക്കെ, അത്രയും എല്ലാവരെയും ഭരിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവരൊരു മാരീഡ് പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, ചിലവർക്ക് സിനാരിയോ, ഞാൻ ഓരോ സിനാരിയോ തോന്നുന്നത് പറയണം. അവർ മാരീഡൊക്കെ ആണെങ്കിൽ ഒരു വീട്, ഫാമിലി അവരെ ഡിപ്പെൻഡ് ചെയ്തൊക്കെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഒരു പവറിൽ നിൽക്കണമല്ലോ. അപ്പോൾ അവർ നിങ്ങളുടെ മുമ്പിൽ അവർ വളരെ ഇമോഷണലായി പോകുന്നത് ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, കാണിക്കുന്നുണ്ടാവില്ല. ഓക്കെ, അവർക്ക് നിങ്ങളോട് അത്രയും ഫീലിങ്സ് വരുമ്പോൾ അവരത് ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ലേശം ഈഗോ ഒക്കെ വെച്ച് മാറി നിൽക്കുന്നുണ്ടാവാം. അതുപോലെ അവർ നിങ്ങളുടെ അടുത്ത് അകൽച്ച വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത്. പക്ഷെ അത് നടക്കുന്നില്ല. ഓക്കെ, അവർക്ക് ആ ഒരു അകൽച്ച വെക്കാൻ അവർ ശ്രമം മാത്രമാണ്. പക്ഷേ ഐ തിങ്ക് നടക്കുന്നതായിട്ട് എനിക്ക് കാണുന്നില്ല. കാരണം ടു ഓഫ് പെൻറ്റിക്കിൾസും 2 of Wands ഉണ്ട്. ഇത് രണ്ടും പറയുന്നത് അവരെ മൈൻഡിൻ്റെ കൺഫ്യൂഷനാണ്. ഓക്കെ, അവരുടെ ലൈഫിൽ വേറെയും സിറ്റുവേഷൻ ഇമ്പോർട്ടൻ്റ് ഉണ്ട്.
വേറെയും കാര്യങ്ങൾക്ക് അവർക്ക് ഒരു തീരുമാനം അവരിടയ്ക്ക് ആലോചിക്കാറുണ്ട്, എന്തിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന രീതിക്ക്. പക്ഷേ അതായത് നിങ്ങളുടെ അടുത്ത് നിന്ന് അറ്റൻഷൻ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധ കൊടുക്കാനൊക്കെ അവർ ശ്രമിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ജയിക്കുന്നതായിട്ട്. അവർക്ക് എപ്പോഴും കറങ്ങി തിരിഞ്ഞ് അവരെത്ര നിങ്ങളുടെ അടുത്ത് അകൽച്ച വെക്കാൻ ശ്രമിച്ചാലും അത് അവർക്ക് ഒരു രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരു ആലോചിച്ചാൽ അവർക്ക് എപ്പോഴും നിങ്ങളെയാണ് ചൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് എനിക്ക്. 2 ഓഫ് കപ്സ് ഇവിടെ ഉണ്ട് ആൻഡ് ജഡ്ജ്മെന്റ് ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളെ തന്നെ ചൂസ് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത് അവർ. ഓക്കെ, 3 ഓഫ് പെന്റിക്കിൾസ് പറയുമ്പോൾ നമുക്ക് വേറെ കാര്യം കൂടി പറയാതായിട്ട് അവർ നിങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത്, അതായത് നിങ്ങളുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് നല്ല രീതിക്ക് നിങ്ങൾ തമ്മിൽ മുന്നോട്ട് പോകണം എന്ന മനസ്സിലുണ്ട്. ആൻഡ് ഏസ് ഓഫ് വാൻസ് പറയുമ്പോൾ പുതിയ തുടക്കങ്ങൾ, ആക്ച്വലി നിങ്ങൾ എന്തെങ്കിലും പുതിയ തുടക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. നമുക്ക് കാരണം ഇവിടെ നിങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും ലൈഫിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതൊക്കെ അവർ അഡ്മയർ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ക്വാളിറ്റീസ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു നല്ല പൊസിഷനിൽ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത മാതിരി എന്തെങ്കിലും ബിസിനസ് ആയിരിക്കാം, അല്ലെങ്കിൽ കരിയറിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഗ്രോത്ത് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ ബ്ലെസ്സിങ്സ് എന്തെങ്കിലുമൊക്കെ പുതിയത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവാം. അതൊക്കെ കാണുമ്പോൾ അവർ നിങ്ങളെ ശരിക്കും അഡ്മയർ ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ആൻഡ് അവർ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നു എന്നും പറയാം. ഓക്കെ, രണ്ടും പറയാം അവിടെ. ആൻഡ് എന്തെങ്കിലും അവരുടെ മനസ്സിൽ ഇതുവരെ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അവർ എന്തിനെ ഞാൻ ചൂസ് ചെയ്യണം, ഏത് വഴിക്ക് ഞാൻ പോകണം എന്നൊക്കെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അവർ ഇവിടെ നിങ്ങളുടെ കൂടെ എഫേർട്ട് ഇടാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങളുമായിട്ട് ചേർന്ന് 2 ഇത് വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പിക്ചറൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്തിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്, അവരുടെ ലൈഫിൽ എന്തിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ആൻസറേ ഉള്ളൂ, നിങ്ങളാണ്. ഓക്കെ, അവർക്ക് ഒരു ചോയ്സേ അവർക്ക് വരുന്നുള്ളൂ. ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടെയാണ്. ഓക്കെ, സോ ആ രീതിക്കാണ് ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, പാഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണമെന്നുണ്ട്. ആൻഡ് ന്യൂ ബിഗിനിങ് അഗെയിൻ ഇവിടെ ഫുൾ കാർഡ് ഉണ്ട്. സോ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം, ന്യൂ ബിഗിനിങ് ലൈഫിൽ അവരുടെ ലൈഫിനെ തന്നെ നിങ്ങളുമായിട്ട് ഒരു പുതിയ ലൈഫ് അവർക്ക് വേണം എന്ന രീതിക്ക് പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ മാരേജ് ഒക്കെ പോസിബിൾ ആണെങ്കിൽ അവർക്ക് മാരേജ് വേണമെന്നുണ്ട്. പ്രിൻസസ് ഓഫ് പെന്റക്കിൾസ് ആൻഡ് ഓക്കെ, അവർ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എക്സ്പ്രസ് ചെയ്യാനായിരിക്കാം, അവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, പെന്റിക്കിൾസ് ആണ്. പെന്റിക്കിൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഓഫറിൻ്റെ കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് അവരൊരു ഓഫർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഗെയിൻ അത് കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. ഓക്കെ, ആൻഡ് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് കാണുന്നുണ്ട്. അവരൊരു തീരുമാനം സപ്പോസ് എടുത്തിട്ടില്ലെങ്കിൽ, ഓക്കെ, അവർ ലൈഫിൽ ഓപ്പർച്യൂൺ വേറെ പല കാര്യങ്ങളും ഉണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർ ആ മനസ്സിൽ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ലെങ്കിൽ യൂണിവേഴ്സ് എവിടെയോ ഒരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുവരുന്നതായിട്ട്, ഓക്കെ, അവർക്ക് ക്ലാരിറ്റി വരുന്നതായിട്ട്, എന്താണ് അവരുടെ ലൈഫിൽ നല്ലത്, അവർക്ക് എന്താണ് നല്ലത്, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നത് ആരാണ്, അവരെ കെയർ ചെയ്യുന്നത് ആരാണ്, അവർക്ക് എവിടെയാണ് സന്തോഷം കിട്ടുക എന്നൊക്കെ കാണിച്ചു കൊടുത്ത് അവരെ മൈൻഡിൻ്റെ ബ്ലോക്കേജസ്, അകൽച്ചകൾ വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റി അവരൊരു ചോയ്സ് എടുത്ത് നിങ്ങളുമായിട്ട് ഒരു പുതിയ ബിഗിനിങ്ങിന് വേണ്ടി തയ്യാറാവുന്നതായിട്ടാണ് എനിക്കിവിടെ കാണുന്നത്. ഓക്കെ, സോ അവർ നിങ്ങളെ വളരെ സ്ട്രോങ് അട്രാക്ഷനാണ് ഇവിടെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള അട്രാക്ഷനാണ്. നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ് ഇവിടെ. ആൻഡ് നിങ്ങൾ തമ്മിലൊരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് ഇവിടെ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളെ അവർ ലൈഫ് ഒരു പാർട്ട്ണർ എന്ന രീതിക്ക് അവർക്ക് വേണം. ഓക്കെ, അവർ ഈക്വലായിട്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പരസ്പരം സ്നേഹം കൊടുത്ത് ആ രീതിക്ക് അവർക്ക് വേണം എന്ന് തന്നെയാണ്. നിങ്ങളെ കാണുമ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവാം, അപ്പം അത് കാണുമ്പോഴായിരിക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ചാരിയറ്റ് മൂവ്മെൻറ്റ്, മുന്നോട്ട് മൂവ്മെൻറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു തീർച്ചയായിട്ടും റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകും. ഓക്കെ, ഇത് എൻഡിങ് ഒന്നും ആയിട്ടില്ല. എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ എൻഡിങ് ഒന്നുമില്ല. ഓക്കെ, നിങ്ങൾ തമ്മിൽ അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു ഡിലേ ആയിരിക്കാം ഇവിടെ. ഓക്കെ, മാക്സിമം ഉണ്ടെങ്കിൽ എനിക്ക് അതേ ഉള്ളൂ. അവർ ഓപ്പണായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, കാര്യങ്ങൾ നിങ്ങളോട് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടാവില്ല. അതല്ലാതെ പക്ഷേ മനസ്സുകൊണ്ട് അവർ ശരിക്കും നിങ്ങളെ സ്വീകരിച്ചതായിട്ട് തന്നെയാണ് ഓൾറെഡി. ഓക്കെ, അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഓക്കെ, നമുക്കിവിടെ കുറച്ച് മെസ്സേജസ് കൂടി നോക്കാം. പേഴ്സണൽ മെസ്സേജസ് എന്താ വരുന്നത് നോക്കാം. ഓക്കെ, പേഴ്സൻ്റെ മെസ്സേജസ് ആക്ച്വലി ഒരു കാര്യം കൂടി, എനിക്ക് ജസ്റ്റ് എടുക്കാൻ തോന്നി. നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ അവരെന്താ ആഗ്രഹിക്കുന്നത് എന്നുകൂടി ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാലും ജസ്റ്റ് ഒന്ന് അവർ ഫ്യൂച്ചറിൽ അവരുടെ ലൈഫിൽ നിങ്ങളെ എങ്ങനെയാണ്
വേണ്ടത് അവർക്ക് എന്ന് ജസ്റ്റ് ഒരു ഇൻറ്റൻഷൻ കൂടി നമുക്കൊന്ന് അറിയാൻ നോക്കാം. ഒരു വളരെ കുറവ് കാർഡ്സേ ഞാൻ എടുക്കുള്ളൂ, ജസ്റ്റ് ഫ്യൂ കാർഡ്സ്. ഓക്കെ, അവർ നിങ്ങളുമായിട്ടൊരു വിക്ടറിയാണ് അവർ ആഗ്രഹിക്കുന്നത്. മുന്നോട്ട് ഫ്യൂച്ചറിൽ അവർ നിങ്ങളുടെ അടുത്ത് ന്യായമായത് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, വോക്ക് അവേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് മുമ്പ് വിട്ടുപോയി അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അവർ എത്രയും വേഗം തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളുമായിട്ട് വന്ന് ഒരു റിയൂണിയൻ, നിങ്ങളുമായിട്ട് ആക്ച്വലി ഒരു മാരേജ് ആണ് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് എനിക്ക് കാണുന്നത്. കാരണം ഇതൊരു മാരേജ് കാർഡാണ് ആൻഡ് ജസ്റ്റിസ് ഉണ്ട് ഇവിടെ. സോ ലീഗലി നിങ്ങൾ ഒന്നിച്ചാവുന്ന തരത്തിൽ പറ്റുന്നവർക്ക് കേട്ടോ, പറ്റുന്നവർക്ക് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാണ്. മാരേജ് എന്ന രീതിയിൽ തന്നെ തയ്യാറാണ്. 9 ഓഫ് പെന്റിക്കിൾസും നമ്മൾ മാരേജ് ആണ് പറയുക, അല്ലെങ്കിൽ ഒരു ആഗ്രഹം എന്ന രീതിയിൽ പറയാം. അവരുടെ ലൈഫിൽ ഒന്നിച്ച് വേണം എന്നുള്ളൊരു ആഗ്രഹം അവർക്കുണ്ട്. 9 ഓഫ് പെന്റിക്കിൾസ്, കിങ് ഓഫ് പെന്റിക്കിൾസ്, 10 ഓഫ് പെന്റിക്കിൾസ്. ഓക്കെ, ഇതിനപ്പുറം കമ്മിറ്റ്മെന്റ് നമുക്ക് പറയാനില്ല. ഓക്കെ, ഫാമിലി ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് അവർക്ക് നിൽക്കണം എന്ന രീതിക്കാണ്. ഓക്കെ, അവരതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉപേക്ഷിച്ച് വരേണ്ടി വന്നാൽ അവർ അതിനും തയ്യാറാവും. ഇവിടെ നിങ്ങളെയൊക്കെ വേണ്ടിയിട്ട് അവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ കിട്ടാൻ വേണ്ടി അവർ പ്ലാനിങ് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ട് ലൈഫിൽ ഒരു സക്സസിന് വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയാം. ഓക്കെ, അവർ ചിലപ്പോൾ അവരെ ലൈഫ് ഒന്ന് സ്റ്റേബിൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ബട്ട് അവർ കരിയർ വൈസ് അവർ ഒരു ഗ്രോത്ത് അവർക്ക് വന്നാൽ കുറച്ചുകൂടി നിങ്ങളെ സ്വീകരിക്കാൻ, ലൈഫിലേക്ക് സ്വീകരിക്കാൻ അവർക്കൊരു സക്സസ് വേണമെന്ന് ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം. അവർ ലൈഫിൽ എന്തെങ്കിലും സക്സസ് വരാൻ, അതായത് കരിയർ, കാരണം ഒരു ഫാമിലി ആയിട്ട് നമ്മൾ കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം അല്ലേ, ഫൈനാൻഷ്യലി അവർ വെൽ ഓഫ് ആയിരിക്കണം. എന്നാലും നിങ്ങളെ കൂടെ കൂട്ടുമ്പോൾ നിങ്ങളെ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. സോറി, അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ജെൻസ് ആൻഡ് ലേഡീസ് പ്ലീസ്, ഞാൻ പറയുന്നതിന് തിരിച്ചെടുത്തോളാം. ഓക്കെ, അപ്പോൾ ആ രീതിക്ക് അവർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുമായിട്ടൊരു ഫാമിലി ആയിട്ട് വേണമെന്ന്. ചിലവർ അവർ സ്വന്തം ഒരു ജോലി കരിയറിലൊക്കെ ഗ്രോത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. ചിലത് എന്തെങ്കിലും വിട്ടുവരാനുണ്ടെങ്കിലും അവരതിന് വിട്ടുവരാൻ തയ്യാറാവും. ഓക്കെ, അവർ അതിന് വേണ്ടി പ്ലാൻ ചെയ്ത് അവർ വേണ്ട ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുമായിട്ടൊരു ഫ്യൂച്ചർ ഫാമിലി എന്ന രീതിയിലാണ് അവർ കാണുന്നത്. ഓക്കെ, സോ വെറുതെ ചുമ്മാ എനിക്ക് അതുകൂടി ഒന്ന് എടുക്കാൻ തോന്നി. ആൻഡ് നമുക്ക് മെസ്സേജസ് കൂടി നോക്കാം പേഴ്സൻ്റെ. ഓക്കെ, പേഴ്സൺ എന്താ പറയുന്നത്? എൻഗേജ്മെൻറ്റ് ഇവിടെ നിർത്തണം ശരിക്കും പറഞ്ഞാൽ, ഇനി നെഗറ്റീവ് വരാതിരിക്കാൻ. ഓപ്പൺ യുവർ സെൽഫ് ടു ലവ്, ദേ ആർ ദ വൺ. താങ്ക് യു ഗോഡ്. അൺകണ്ടീഷണൽ ലവ്, ബൗണ്ടറീസ്. ഓക്കെ, ഡീപ്പനിങ് ആൻഡ് സോൾ. നേരത്തെ കാർഡ്സ് ഞാൻ മാറ്റി, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പിന്നോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഒന്ന് ആദ്യം നോക്കിയിട്ട് വരാം. ഓക്കെ, ഒന്ന് എൻഗേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കമ്മിറ്റ്മെൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ആ കമ്മിറ്റ്മെൻറ്റ് കാർഡ്സ് എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എൻഗേജ്മെൻ്റ് ആണ്. നിങ്ങളെ മാരേജിന് മുമ്പുള്ള എൻഗേജ്മെൻറ്റ്. ഓക്കെ, അത്ര എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ് ഞാൻ, എന്താ നോക്കൂ. ഓക്കെ, ദേ ആർ ദ വൺ ആൻഡ് സോൾമേറ്റ്. ഇത് രണ്ടും പറയുന്നത് എന്താണ്? നമ്മുടെ സോൾമേറ്റ് കാർഡ് ഓൾറെഡി വന്നു, 2 ഓഫ് കപ്സ് വന്നിരുന്നു. ആൻഡ് ബൗണ്ടറീസ്, നമ്മുടെ 9 ഓഫ് വോൺസ് നമുക്ക് വന്നിരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു അവർ ലേശം ഒന്ന് പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഒന്ന് അകൽച്ച വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. 9ന്റെ കാർഡാണ്. ആൻഡ് എല്ലാ കാർഡ്സും റിപ്പീറ്റേഷനാണ് വന്നിരിക്കുന്നത്, എന്നാലും ഞാൻ പറയാം. ഓക്കെ, നിങ്ങൾ തമ്മിൽ യുവർ ലവ് ലൈഫ് ഈസ് സൂൺ അസെൻഡിങ് ടു എ ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയാണ്. ആൻഡ് ഡീപ്പനിങ്ങും ഉണ്ട് ഇവിടെ. സോ എ റിലേഷൻഷിപ്പ് വിൽ ഫൈനലി ഡീപ്പൻ ഇൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്. യു ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിസ്. നിങ്ങൾ വെയിറ്റ് ചെയ്ത് കൊണ്ടിരുന്ന തരത്തിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് നിങ്ങൾക്ക് കാണും, ഡീപ്പ് ആവുന്നത് കാണും റിലേഷൻഷിപ്പ്. ഓക്കെ, വളരെ ലൈക്ക് എന്താ പറയുക, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ കടക്കും. നിങ്ങളിപ്പോൾ ഏത് ലെവലാണ് നിങ്ങൾ നോക്കുക, അതായത് ജസ്റ്റ് പരിചയപ്പെട്ടു, നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ബിൽഡായിട്ട് വരുന്നേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള കണക്ഷൻ ഡീപ്പ് ആവും എന്ന് പറയാം. ഓക്കെ, അടുത്ത ലെവൽ, അതിൻ്റെ നെക്സ്റ്റ് ലെവൽ എൻഗേജ്മെൻറ്റ് പോസിബിൾ ഉള്ളവർക്ക് എൻഗേജ്മെൻറ്റ് പോസിബിൾ ആണ്. നെക്സ്റ്റ് ലെവൽ മാരേജ് പോസിബിൾ ഉള്ളവർക്ക് മാരേജ് പോസിബിൾ ആണ്. ഓക്കെ, ഓപ്പൺ യുവർ സെൽഫ് ലവ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് ട്രസ്റ്റ് ചെയ്യാം ഈ സിറ്റുവേഷനെ. ഓക്കെ, ഇറ്റ് ഈസ് സേഫ് ഫോർ യു ടു ലെറ്റ് യുവർ ഹാർട്ട് ബി സീൻ, ഡോണ്ട് ബി സ്കേർഡ്. ആക്ച്വലി ഇത് അവരോട് പറയുന്നതുമായിരിക്കാം യൂണിവേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, യൂണിവേഴ്സ് അവർക്ക് ജഡ്ജ്മെൻറ്റ് അവർക്ക് കാണിച്ചു കൊടുക്കും ചില കാര്യങ്ങൾ. അവർക്ക് ഈ ട്രസ്റ്റ് ചെയ്യാം നിങ്ങളുമായിട്ടാണ് മുന്നോട്ട് അവർക്ക് ഹാപ്പിനെസ് എന്നൊക്കെ യൂണിവേഴ്സ് കാണിച്ചു കൊടുക്കുമെന്നും പറയാം. നിങ്ങളോടും പറയുന്നത് ഈ റിലേഷൻഷിപ്പിനെ ട്രസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ന രീതിയിലാണ്. ദേ ആർ ദ വൺ എന്ന് പറയുന്നുണ്ട്. ഇതാണ് നിങ്ങളുടെ സോൾമേറ്റ് ആണിത്. ഓക്കെ, സോൾമേറ്റ് ആണ് നിങ്ങൾ തമ്മിൽ, സോൾമേറ്റ് കണക്ഷൻ ആണ്. യു ഹാവ് ഓൾറെഡി മെറ്റ് ദ റൊമാൻറ്റിക് പാർട്ട്ണർ ഓഫ് യുവർ റൊമാൻറ്റിക് പാർട്ട്ണർ യു സീക്ക്. നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരുന്ന വ്യക്തി ഇതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഇത് വളരെ പോസിറ്റീവ് റീഡിങ്, എല്ലാവരും ക്ലെയിം ചെയ്യാം. ടോപ്പിക്ക് പറഞ്ഞു തന്ന ആൾക്ക് ഒരു പ്രത്യേകം താങ്ക്സ് പറയാം, കാരണം ഇത് അത്രയും പോസിറ്റീവ് റീഡിങ്ങിലേക്കും വന്നു. സോ അവർക്ക് വേണ്ടി സ്പെഷ്യലി ആയിരിക്കാം ഇത്. ഓക്കെ,
അവർക്ക് മാത്രം എന്നല്ല കേട്ടോ, അതെല്ലാവർക്കും ആണ്. കാരണം ഞാൻ എടുത്തത് എല്ലാവരെയും ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷെ മേ ബി അവർക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അതിൽ നിന്ന് കിട്ടാനുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. അൺകണ്ടീഷണൽ ലവ്, ദ ലവ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ പേഴ്സൺ ഇസ് ഇറ്റേണൽ, നത്തിങ് ആൻഡ് നോ വൺ ക്യാൻ ടേക്ക് ഇറ്റ് അവേ ഫ്രം യു. ഇത് നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത സ്നേഹം, അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് തരുന്നതും, ഐ തിങ്ക് നിങ്ങൾ വളരെ അൺകണ്ടീഷണലായിട്ട് പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ആക്ച്വലി നിങ്ങൾ കിട്ടിയാലായി, ഇല്ലെങ്കിലും നിങ്ങൾ ഓക്കെ ആണ്, ഇല്ലെങ്കിലും നിങ്ങളുടെ സ്നേഹം അതവിടെ ഉണ്ട് പരസ്പരം. ഓക്കെ, അതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. അവർ സംസാരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, കണ്ടാലും ശരി, ഇല്ലെങ്കിലും ശരി, എന്നെ കമ്മിറ്റ്മെൻറ്റ് തന്നിട്ട് മാരേജ് ചെയ്തില്ലെങ്കിലും ശരി, ചെയ്താലും ശരി, എന്ത് തന്നെയായാലും ഐ തിങ്ക് നിങ്ങളുടെ സ്നേഹം അവിടെ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, നിങ്ങൾ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എന്ത് തന്നെ സിറ്റുവേഷൻ ആയാലും. സോ അതാണ് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്. ആൻഡ് ബൗണ്ടറീസ്, യു നീഡ് ടു ടീച്ച് പീപ്പിൾ ഹൗ ടു ട്രീറ്റ് യു ബൈ യു ബീങ് ക്ലിയർ ഓൺ വാട്ട് യു വിൽ ആൻഡ് വോണ്ട് അലൗ. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു അഡ്വൈസ്, ബൗണ്ടറീസ് വെക്കാൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അതല്ല തോന്നുന്നത്. ഇവിടെ നമ്മുടെ നേരത്തെ കാർഡ് കേട്ട് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ ബൗണ്ടറിയൊക്കെ വെക്കാൻ ശ്രമിച്ചു, ഓക്കെ, പക്ഷെ അവർക്ക് നടക്കുന്നില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. ആൻഡ് അഗെയിൻ സോൾമേറ്റ് കാർഡ് ഉണ്ട്, ഡീപ്പനിങ് ഉണ്ട്. സോ ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ വളരെ പോസിറ്റീവ് റീഡിങ്. എല്ലാവരും ഇതിനെ ക്ലെയിം ചെയ്യാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും. നന്ദി, നമസ്കാരം.